ഹലോ, എംപേവ ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം. ഞാൻ സിപ്പിൻ നൂർത്തി. അപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഒട്ടനവധി മെസ്സേജസ്, ഇപ്പോൾ യൂട്യൂബിൽ വരുന്ന എല്ലാ മെസ്സേജിനും റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും പേഴ്സണലായിട്ട് വന്നിട്ടുള്ള വാട്സാപ്പിലെ മെസ്സേജിനെല്ലാം മാക്സിമം റിപ്ലൈ കൊടുക്കുന്നതിൻ്റെ തിരക്കിലാണ്. കുറേ പേര് വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അമിത പ്രതീക്ഷയൊന്നും ആർക്കും കൊടുക്കാറില്ല. അപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ അറിയാമെന്നും ഇല്ലാത്ത കാര്യങ്ങൾ ഇല്ല എന്ന് പറഞ്ഞു തന്നെയാണ് ഉത്തരങ്ങൾ നൽകുന്നത്. അപ്പോൾ LDC ഷോർട്ട് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട മെസ്സേജുകൾ അപ്പോൾ ശ്രദ്ധിക്കണം. ഇന്നും ഇന്നലെയായിട്ട് മെസ്സേജുകളൊന്നും വന്നിട്ടില്ല. ഒരുപാട് കുട്ടികൾ എന്ന് പറയുന്നത് ഈ എറണാകുളം, പാലക്കാട്, മലപ്പുറം ഈ പറയുന്ന 3 ജില്ലകളിൽ നിന്നുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് സംബന്ധിച്ചും അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾക്കായിട്ട് നമ്മളെ വിളിക്കുന്നത്, ബന്ധപ്പെടുന്നത്. അപ്പോൾ ഈ പറയുന്ന ജില്ലകളിൽ ഒന്നും തന്നെ വാല്യുവേഷൻ പൂർത്തീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇനി വരാനിരിക്കുന്നത് കൊല്ലം, കണ്ണൂർ, അതുപോലെ ആലപ്പുഴ പോലുള്ള ജില്ലകളിലെ മെസ്സേജുകളാണ് കുട്ടികൾക്ക് വരാനുള്ളത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ പല ജില്ലകളിലും, അതായത് ഈ പറയുന്ന ഡിസ്ട്രിക്ട് വൈസ് ആയിട്ട് തന്നെ LP UP സ്കൂൾ ടീച്ചർമാരുടെയൊക്കെ ഷോർട്ട് ലിസ്റ്റുകൾ തയ്യാറാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരേ സമയം അത്തരത്തിലുള്ള ഷോർട്ട് ലിസ്റ്റുകൾ തയ്യാറാക്കപ്പെടുകയും LDCയുടെ വാല്യുവേഷനും നടക്കുന്ന ഒരു സാങ്കേതികമായിട്ട് ഈ 2 കാര്യങ്ങളും ഒരുമിച്ച് നടക്കുന്നതുകൊണ്ടാണ് മറ്റ് ജില്ലക്കാർക്ക് ഈ പറയുന്ന LDC ഷോർട്ട് ലിസ്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പ്രൊഫൈലിൽ മെസ്സേജ് വരാൻ വൈകുന്നത്. മാത്രമല്ല, ഈ കഴിഞ്ഞ തിരുവനന്തപുരം ആയാലും ഏകദേശം 1290ഓളം ഉദ്യോഗാർത്ഥികൾ കട്ട് ഓഫ് എന്ന് പറയുന്നത് 70.34 റേഞ്ച്. അതുപോലെ തന്നെ പത്തനംതിട്ട ആണെങ്കിൽ 500-നുള്ളിലുള്ള ഉദ്യോഗാർത്ഥികൾ കട്ട് ഓഫ് എന്ന് പറയുന്നത് 57.34. അപ്പോൾ ഈ പറയുന്ന കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കണം, ഇതുവരെയും മെസ്സേജുകൾ വരാത്ത ഉദ്യോഗാർത്ഥികൾ ഒരുപക്ഷെ ലിസ്റ്റിൽ ഉൾപ്പെട്ട് കാണത്തില്ല എന്ന് തന്നെയാണ് അനുമാനിക്കേണ്ടത്. അതായത് പലരും പറയുന്നു, ഞാൻ ഈ പറയുന്ന കട്ട് ഓഫിന് മേലെ ഉണ്ടെങ്കിലും അവർക്ക് വരാൻ സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നുകിൽ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ കണക്ക് കൂട്ടിയ മാർക്ക് തെറ്റായി പോയി കാണും. അതായത് നമുക്ക് സംഭവിക്കാവുന്നതാണ്. PSC പരീക്ഷ എഴുതുന്ന എല്ലാവരും, ഇപ്പം എനിക്ക് തന്നെ, ഞാൻ എത്രയോ പരീക്ഷ എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ കൂട്ടിവെച്ച മാർക്കല്ലായിരിക്കാം ഒരുപക്ഷെ റിസൾട്ട് വരുമ്പോൾ എനിക്ക് കിട്ടുന്നത് കുറവായിരിക്കും. ഒരിക്കലും ഞാൻ കൂട്ടിവെച്ചാൽ കൂടുതലാവാറില്ല, കുറവായിരിക്കും വരുന്നത്. ഒക്കെ സംഭവിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ കട്ട് ഓഫിന് താഴെ വന്നിട്ടുള്ള മാർക്കുകൾ എന്നൊക്കെ പറയുന്നത് ഈ മുസ്ലിം അല്ലെങ്കിൽ OBC SC ST കാറ്റഗറിയിൽപ്പെട്ടവരുടെ റിസർവേഷൻ സപ്ലിമെന്ററി ലിസ്റ്റിലുള്ളവർക്കാണ് അത്തരത്തിലുള്ള ഇത് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഞാൻ മുന്നേയും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രതീക്ഷ എന്ന് പറയുന്നത് വിട്ടുകളയണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്താനായിട്ട് PSC തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ കട്ട് ഓഫ് ഒക്കെ റിവേഴ്സ് ചെയ്യപ്പെടും. മനസ്സിലായോ? അതുപോലെ തന്നെ PSCക്ക് ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം വെച്ചാൽ ഈ LDC പോലുള്ള ലിസ്റ്റുകളിൽ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം ഷോർട്ട് ചെയ്യപ്പെടുമ്പോൾ, ഷോർട്ട് ലിസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ചുരുക്കപ്പട്ടിക. കഴിഞ്ഞ വർഷത്തെ ഷോർട്ട് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തവണ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണവും ഷോർട്ടാക്കി കഴിഞ്ഞാൽ, ചുരുക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളെ കാര്യമായിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ LP UP പരീക്ഷ എഴുതിയ ആൾക്കാരുണ്ട്, അതിൽ തന്നെ നല്ല രീതിയിൽ കോമൺ ആയിട്ട് LDC എഴുതിയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ LP UP കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിലേക്കേ പോകത്തുള്ളൂ. LDC വേണ്ടെന്ന് വയ്ക്കവർ, അല്ലേ? അപ്പോൾ LDC ലിസ്റ്റ് കുറെ കൂടി വിപുലീകരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നല്ലൊരു വിഭാഗം ഉദ്യോഗാർത്ഥികൾക്ക് LP UP കിട്ടുന്ന ഉദ്യോഗാർത്ഥികൾ തന്നെ LDCയിലും ഉണ്ടാവും. LP UP കിട്ടുന്നവർക്ക് അവരുടെ പ്രയോറിറ്റി അതിനല്ലേ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ലിസ്റ്റ് വലുതാക്കി കൂടുതൽ ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തുക. കട്ട് ഓഫ് അതിനനുസരിച്ച് കുറഞ്ഞു വരികയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് അതൊരു വലിയ ഒരു ആശ്വാസമായിരിക്കും. പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നു, ജനറൽ കാറ്റഗറിയിൽപ്പെട്ട കുട്ടികൾക്ക് അത് ഇനിയൊരു വേറെ എക്സാം എഴുതാനൊന്നും പ്രായം കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. 36 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. ഇനി ഏത് എക്സാം അവർ എഴുതാം? ഓക്കെ, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ലിസ്റ്റ് വലുതാക്കി കൂടുതൽ ഉദ്യോഗാർത്ഥികളെ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ തവണത്തെ ജില്ലാ തിരിച്ചുള്ള കട്ട് ഓഫുകളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എല്ലാ ജില്ലകളിലും അതിനേക്കാളും കൂടിയ കട്ട് ഓഫിൽ തന്നെയാണ് ഇത്തവണ ലിസ്റ്റുകൾ വരുന്നത്. ചില ജില്ലകളിൽ കട്ട് ഓഫ് എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലുള്ള ജില്ലകളിലൊക്കെ കണ്ടോ 70-ന് മേലൊക്കെയാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ മറ്റു ചില ജില്ലകൾ എന്ന് പറയുന്നത്, ഇനി വരാനിരിക്കുന്ന ജില്ലകൾ അറിയാം. അപ്പോൾ ആ ജില്ലകളെ കുറിച്ചൊക്കെ നിങ്ങളുടെ മെസ്സേജിനുള്ള റിപ്ലൈ ഞാൻ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. നിങ്ങൾ സേഫ് ആണോ അല്ലേ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ഞാൻ നൽകിയിട്ടുണ്ട്.
അറിയാൻ പാടില്ലാത്ത കാര്യത്തിന് അറിയില്ല എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം നമുക്ക് ഇതൊരു പ്രഡിക്ഷൻ അല്ല. നമുക്ക് എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു പ്രഡിക്ഷൻ ആണ്. കട്ട് ഓഫ് ഇത്ര ആകാം എന്നുള്ള പ്രഡിക്ഷനാണ്. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന സൂചനയ്ക്ക് അനുസരിച്ച് നമുക്ക് ഈ പറയുന്ന രീതിയിൽ മനസ്സിലാക്കി എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളാണ് വാർത്തകളായിട്ട്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, സ്വാഭാവികമായിട്ട് നൽകിക്കൊണ്ടിരിക്കും. പക്ഷെ ഈ ഒരു പരീക്ഷ കിട്ടിയില്ല, അല്ലെങ്കിൽ ഇനി ലിസ്റ്റിൽ ഉൾപ്പെടില്ല, ഇതുവരേക്കും മെസ്സേജ് വന്നിട്ടില്ല എന്നൊക്കെ കരുതി മാനസികമായിട്ട് തളർന്നു പോയിട്ടുള്ള കുട്ടികളുണ്ട്, മനസ്സിലായോ? അപ്പോൾ അത്തരക്കാര് നമുക്ക് എന്താ പറയാ, നമുക്ക് ഒരു മോട്ടിവേഷണൽ സ്പീച്ച് കൊണ്ടോ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നാച്ചുറലി സംഭവിക്കുന്നതാണ്. കഴിഞ്ഞ തവണ തന്നെ നമ്മുടെ എത്രയോ കുട്ടികളെ LDC കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏതൊരു സ്ഥാപനം എടുത്ത് നോക്കിയാലും കിട്ടുന്ന കുട്ടികളെക്കാളും കൂടുതൽ കിട്ടാത്ത കുട്ടികളായിരിക്കും. ഈ കിട്ടാത്ത കുട്ടികളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ, ഇപ്പോഴത്തെ സ്റ്റാറ്റസും ഒക്കെ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കുക. LDCക്കാളും മറ്റ് മികച്ച ജോലികളിൽ കയറിയിട്ടുള്ള ആൾക്കാരുണ്ട്. മറ്റ് സെൻട്രൽ ലെവൽ RRB, NTPC പോലുള്ള ജോലികൾ നേടിയിട്ടുള്ളവരുണ്ട്. IBയിൽ സെക്യൂരിറ്റി അസിസ്റ്റന്റ് ആയിട്ട് കയറിയിട്ടുള്ള കുട്ടികളുണ്ട്. LDC കിട്ടാത്തവരാ 12th ലെവൽ CPO ആയിട്ട് കയറിയിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പോൾ ഇത് ഫൈനൽ അല്ല, ഇനി നമുക്ക് അവസരങ്ങളുണ്ട്. ഒന്ന് കിട്ടാതെ വന്ന് ഉണ്ടാവുന്ന വിഷമം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമുക്കറിയാവുന്ന 10 പിള്ളേരുണ്ടെങ്കിൽ 5-6 പേര് ലിസ്റ്റിൽ ഉണ്ടായിരിക്കും. നമുക്കറിയാവുന്ന ആൾക്കാർ ലിസ്റ്റിൽ ഉള്ളതുകൊണ്ടുള്ള ഒരു വിഷമം തന്നെയാണ്. നമുക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം. നമുക്ക് മാറ്റി കിട്ടും. അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. പറയാനേ പറ്റത്തുള്ളൂ, മോട്ടിവേറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ബട്ട് നിങ്ങൾക്ക് മോട്ടിവേഷൻ നിങ്ങളിൽ തന്നെ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ മാറി ഏറ്റവും മികച്ച രീതിയിലേക്ക് കുടുംബജീവിതം നയിക്കണം, വീട്ടുകാരെ നോക്കണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനൊക്കെ ഉള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ലിസ്റ്റിൽ വന്നില്ലെങ്കിൽ ഇതിനേക്കാളും വലിയൊരു ലിസ്റ്റ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുക. ഒരു കോഴ്സ് എടുത്ത് പഠിക്കണമെന്നൊന്നുമില്ല. ഇപ്പം പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ വലിയൊരു പാഠമാണ്. എന്ത് പഠിക്കണം, എന്ത് പഠിക്കണ്ട, പഠിച്ച കാര്യങ്ങൾ എങ്ങനെ എക്സാം ഹാളിൽ അപ്ലൈ ചെയ്യണം, എവിടെയാണ് പറ്റിയ തെറ്റുകൾ, ആ തെറ്റുകൾ തിരുത്തുക, സ്വയം ചെയ്യേണ്ടതാണ്. മറ്റാരുടെയും ഒരാവശ്യവുമില്ല. ഓക്കെ, അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് എംഫേവർ ലേണിംഗ് ആപ്പ് എന്ന ടെലഗ്രാം ചാനൽ നിങ്ങൾ സന്ദർശിക്കുക. ഓക്കെ, സോ കട്ട് ഓഫും ബാക്കിയുള്ള സംഗതികളെ പറ്റിയുള്ള ഓഡിയോ ഒക്കെ ഞാൻ നിങ്ങൾക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു വീഡിയോയിൽ കാണാം. നന്ദി.